ഹലോ ഗായ്സ്. സോ ടുഡേ ഞങ്ങളുടെ ഓണം പരിപാടിയാണ്. ആൻഡ് അതിനായിട്ട് ഞാനെല്ലാം റെഡിയായിട്ട് സെറ്റായിരിക്കുകയാണ്. സോ ഇവിടുന്ന് കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് പോകാനുണ്ട്. കാറിനാണെങ്കിൽ 1.5 മണിക്കൂറേ ഉള്ളൂ. ബട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ 3 മണിക്കൂർ എടുക്കും. സോ ഞാൻ ഈ സാരി കുന്ത്രാണ്ടങ്ങളെല്ലാം വലിച്ച് വാരി കയറ്റിയിട്ട് ബസ് ആൻഡ് ട്രെയിനിലായിട്ടാണ് പോണത്. നമ്മൾക്ക് ഡിസ്ക്രിമിനേഷൻ ഓർ റേസിസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കാണാം. ബിക്കോസ് ഐ ആം എൻ ഇമിഗ്രൻറ്റ്. ഇന്ന് വരുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പില്ലാത്തതുകൊണ്ട് ഒരു ബാഗിൽ ക്ലോത്ത്സും എടുത്തിട്ടുണ്ട്. സോ ഗൈസ്, പുറത്തിറങ്ങാം. ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ്? സോ ഞാനിപ്പോൾ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ വരാൻ ആ ഫ്രണ്ടും ഉണ്ട്. ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഫ്രണ്ട് ഇപ്പോൾ വരും, റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അയ്യോ, ഒരു ബസ് പോയി. ഇനി അടുത്ത ബസ് എപ്പോഴാണെന്ന് ആർക്കറിയാം. യെസ്, നടന്നു വരുന്നുണ്ട് ഗൈസ്. ദിസ് ഈസ് ഷെർലേൻ. എന്താ ഹായ് ഒന്നും പറയുന്നില്ലേ? എന്തൊരു മൊത്തത്തിലൊരു മ്ലാനത. ഞാൻ മെൽബണിൽ സാരി ഉടുത്ത് മെൽബൺ നഗരത്തിൽ സാരിയും ഉടുത്ത്. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അലിഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പോവാണ് ഞങ്ങൾ. ആൻഡ് റിയാക്ഷൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ബൈക്കിൽ കാണുകൊണ്ട് ബസ്സിന് കത്തിക്കുമ്പോഴാണ് ബസ്സിന് കുറേ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് അറിയുന്നത്. അപ്പോൾ നമ്മളൊരു ഊബർ ബുക്ക് ചെയ്തിട്ട് 1 പോയിന്റ് സ്റ്റേഷനിലേക്ക് കാറിൽ പോയി. കാർ നമ്മളെ ആക്കാൻ വന്നു ഗൈസ്. ആൻഡ് ട്രെയിൻ അവിടെ ഉണ്ട്. ഈ കാണുന്ന പച്ച സംഭവത്തിൽ നമ്മൾ കാർഡ് ടാപ്പ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ടാപ്പ് ഓൺ ആവും. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ടാപ്പ് ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. സോ അങ്ങനെ ഉള്ളിൽ കയറി ബാഗ് വെച്ചേരെയാണ് ഞാൻ ടാപ്പ് ഓൺ ചെയ്തത്. ശരിക്കും അങ്ങനെ ചെയ്തത്. അങ്ങനെ അവർ പറഞ്ഞ പോലെ 4-5 മിനിറ്റ് കഴിഞ്ഞേരെ ട്രെയിൻ എടുത്തു. ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയപ്പോൾ ഫുള്ളൊരു മഞ്ഞ ലൈറ്റായിരുന്നു. അപ്പോൾ ഞാൻ കുറേ വീഡിയോ എടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ TTR പോലത്തെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. അതായത് നമ്മൾ ടാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് $300 വരെ ഫൈൻ കിട്ടുന്നതാണ്. ഇപ്പം നമ്മൾ ഇവിടെ പോവാൻ യാത്ര തുടങ്ങിയിട്ട് ഇറ്റ്സ് ബീൻ 1 hour. സോ നമ്മൾ മെയിൻ മെൽബൺ സ്റ്റേഷൻ, അതായത് സദേൺ ക്രൂസിലെത്താനായി. ഇനി അവിടെ നിന്ന് വേറെ മെട്രോ കയറണം. അത് കഴിഞ്ഞിട്ട് വേറെ ബസ് കയറണം. എന്നാലും നമ്മൾ നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തും. പക്ഷേ കാർ എടുത്തതെങ്കിൽ ഇങ്ങനെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാറില്ലാത്തതുകൊണ്ട് അനുഭവിക്കാം. അല്ലെങ്കിലും നമ്മൾ ഈ വിശന്നിരിക്കുമ്പോൾ ഫുള്ള് ഫുഡിൻ്റെ റീലാണ് വരിക. പക്ഷെ ഇതൊന്നാ ഫുഡിൻ്റെ റീല് വരാത്ത. ഇപ്പോൾ അതാ മീൻ അയലയാണെന്ന് തോന്നുന്നു. കൊള്ളാം. അയ്യോ, തീർന്നോ? നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു 1 hour ജേണി? വിശപ്പുണ്ടായിരുന്നോ? ഒട്ടുമില്ല. ഇവിടെ ഇറങ്ങി എന്താ കഴിക്കാൻ പറ്റുമോ നോക്കണം. ചിലപ്പോൾ നമ്മൾ കാർഡ് വെച്ചിട്ട് ടാപ്പ് ഔട്ട് ചെയ്തിട്ട് കഴിക്കേണ്ടി വരും. കാരണം ഉള്ളിൽ ഷോപ്സ് ഉണ്ടോ അറിയില്ല. ചിലപ്പോൾ വെൻഡിങ് മെഷീനിൽ എന്തെങ്കിലും എടുത്ത് കഴിക്കണം. വാവ്, ഇതാണ് ഞാൻ സ്വപ്നം കണ്ട മെൽബൺ. എനിക്കൊരു കോംപ്ലിമെന്റ് കിട്ടി, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സാരമില്ല. ഓ മൈ ഗോഡ്. അയ്യോ, ബട്ട് വൈ ഗൈസ്, എന്റേത് എന്തുകൊണ്ടാണ് റെഡ് കളർ കാണിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് വൈ? രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയിട്ട് നല്ല വിശപ്പുണ്ടേനി. അങ്ങനെ പുറത്തിറങ്ങി ഒരു സാൻഡ്വിച്ചും കുറച്ച് ലേസും മേടിച്ചു. ഫുഡ് മേടിച്ച് നമ്മൾ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് നടക്കാൻ തുടങ്ങി. ഞാൻ കുറേ എസ്കലേറ്ററൊക്കെ കയറാണ്ടായിരുന്നു. പിന്നെ നമുക്ക് പോകാനുള്ള വണ്ടിയാണെങ്കിൽ ഇങ്ങനെ പോയി. മിസ്സായി. എന്തായാലും ട്രെയിൻ മിസ്സായ വേറെ ട്രെയിൻ വരുന്നവരെ വേറെ ഒന്നും ചെയ്യാല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഫുഡും കഴിച്ചു. ട്രെയിൻ മാറിപ്പോയെന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. സംശയം ശരിയായിരുന്നു. ട്രെയിൻ മാറിപ്പോയി. ഇനി വേറെ ഒരു 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഒരു കോമൺ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ് സ്റ്റോപ്പ്.
കോമൺ ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ട്, അവിടെ ഇറങ്ങിയിട്ട് വേറെ ട്രെയിനിൽ കയറണം. ഞങ്ങൾ വന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങി അടുത്ത ട്രെയിന് കാത്തിരിപ്പ് തുടങ്ങി. അങ്ങനെ ശരിക്കും കയറേണ്ടിയിരുന്ന ട്രെയിനിൽ കയറിയിട്ടുണ്ട്. കുറേ നേരമായി കഴിച്ച് നോക്കുന്നു. ഓ ഫൈനലി ഇവിടെ എത്തി. എൻ്റെ പൊന്നോ, ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. ഫിറ്റൊക്കെ എടുക്കാൻ വേണ്ടി റോഡിൻ്റെ നടുക്കൂടെ നടക്കുന്ന എന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നടക്കുമ്പോൾ കാറിന്ന് കുറേ പേര് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്കൊരു ഹായ് കൊടുത്തു. പിന്നെ പോകാനുള്ള ബസ് വന്നു. നമ്മൾ ബസ്സിൽ കയറി. ഈ ബസ്സിൽ ഒരു 30 മിനിറ്റ് യാത്രയുണ്ട്. ബസ് ഇറങ്ങി. ഇനി അടുത്തതായിട്ട് നടത്തം. ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ളൂ എന്നാണ് ഇപ്പം നോക്കിയതിൽ കണ്ടത്. ചെണ്ടക്കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ കുറേ പേരെ കാർ നിർത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് കയറുന്നേ ഉള്ളൂ. വാട്ട് ടു ചെണ്ടകൊട്ടി ടീംസ് അതാ ഗൈസ്. ഞാൻ അവിടെ ചെന്നപ്പോൾ എടുത്ത കുറച്ച് ക്ലിപ്സാണ് ഇനി കാണാൻ പോകുന്നത്. വന്നോ ആൻഡ് സദ്യ കാണാൻ വലിയ കുമ്മില്ലെങ്കിലും ടേസ്റ്റ് അത്യാവശ്യം രസമുണ്ടായിരുന്നു കേട്ടോ. പപ്പടം ചെറിയ പപ്പടമായിരുന്നു. പിന്നെ നെയ്യ്, മോര്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനം ഉണ്ടായിരുന്നു. നമ്മളെ നാട്ടിലത്തെ സദ്യൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെ പോകണം. അങ്ങനെ സദ്യയും കഴിച്ചു. ഇനി പ്രത്യേകിച്ച് ഇപ്പോൾ പരിപാടി ഉണ്ടോ വെച്ചാൽ അറിഞ്ഞൂടാ. ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കണം ആൻഡ് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടണം. വേറെ ഒന്നുമില്ല. ഓക്കെ ഗൈസ്, എൻ്റെ കൂടെ ദേവഗിരിയിൽ ഉണ്ടായിരുന്ന ആൻ്റപ്പനെ ഞാൻ ഇവിടുന്ന് കണ്ടു. കുറേ ആയി കാണണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ മെൽബണിൽ വരുമ്പോഴൊക്കെ ഇവൻ തിരക്കിലായിരിക്കും. പാർട്ട് ടൈം ജോബ് കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും തിരക്കിലാണല്ലോ. പിന്നെ എന്ത് ചെയ്യാനാ. ഫോട്ടോ എടുക്കുന്ന പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ആൻഡ് ഒറ്റയ്ക്ക് സാരി ഉടുത്തത് നന്നായിട്ടില്ലാതെ എനിക്കറിയാം. ഞാൻ അങ്ങനെ വീട്ടിൽ നിന്നും സാരി ഉടുക്കാത്തതാണ്. വീട്ടിൽ നിന്നൊക്കെ അമ്മ ഉണ്ടാകും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടാകും. ആരും ഇല്ലാണ്ട് കുറച്ചധികം കഷ്ടപ്പെടാൻ. ഞാൻ ഇന്നലെ കുറേ പ്ലീറ്റ് ചെയ്യാൻ നോക്കി, കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിച്ച്. ബട്ട് നമ്മൾ വിചാരിച്ച രീതിയിലുള്ളൊരു പ്ലീറ്റിങ് വരുന്നില്ല. ആൻഡ് സോ എന്താ പറയുക, ടയറിങ് പ്രോസസ്. പക്ഷേ സാരി ഭാഗത്തൊക്കെ വലിയ സീനില്ല. ബട്ട് താഴെ നല്ല കോടമായിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ചണ്ടമേളം ഉണ്ട്. ആൻഡ് ഉള്ളിൽ കുറച്ച് കഴിഞ്ഞ് ഡാൻസ് ഉണ്ട് തോന്നുന്നു. ഓക്കെ, കുറച്ച് ഫ്രണ്ട്സിനെ പരിചയപ്പെട്ട് വരുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. ചണ്ടക്കൊട്ടും മാവേലിനെ വരവേൽക്കലും ഉണ്ടാകും. സോ നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് പോകാം.
ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഹിന്ദി പാട്ട് മതി. എന്താ പേര്? കേട്ടോ പറ്റി. ലാംഗ്വേജ് എന്തായാലും എനിക്ക് പ്രശ്നമല്ല. I'm here to tell you the story.
work in the morning. Find me what people are mourning, man. The death is around every corner. When life is a dream or a person, dog, you up like an animal. ഇപ്പോൾ ഗൈസ് സോറി, ഞാൻ തണുപ്പത്ത് പുറത്തിറങ്ങിയോണ്ട് ജാക്കറ്റൊക്കെ ഇട്ട്. ഞാൻ നല്ല പ്രോഗ്രാംസ് കുറേ ഉണ്ടായിരുന്നു, കുറേ ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ കുറേ DJ ഉണ്ടായിരുന്നു. DJ ഇപ്പോൾ കാണിച്ച ടീം അല്ലാതെ തന്നെ വേറൊരു ടീമും കൂടി ഉണ്ട്. അവരത് റെഡിയാവാൻ കുറച്ചധികം ടൈം എടുക്കും. സോ അതുവരെ കാത്തു നിൽക്കാൻ നമുക്ക് ബസ് മിസ്സായി കഴിഞ്ഞാൽ കുറച്ച് സീനാണ്. അതുകൊണ്ട് ഞാൻ അതിന് നിന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് തലവേദനയുള്ളതുകൊണ്ട് ഞാനത് സ്കിപ്പാക്കി. സോ അത്രയേ ഉള്ളൂ ഗൈസ്, ഓണം സെലിബ്രേഷൻ ഇൻ ഓസ്ട്രേലിയ വ്ളോഗ്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമായിരിക്കും. ദിസ് ഇസ് ദിൽഷ സൈനിങ് ഓഫ്. ബൈ.